റോയ് പാസ്റ്റർ, അതുപോലെ മീറ്റിംഗിലായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശ്ചല്യമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം പാസ്റ്റർ പറഞ്ഞതുപോലെ 2022 തോന്നുന്നു ആ കോവിഡ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെയാണ് ഒരു മീറ്റിങ്ങിനെ സംബന്ധിപ്പാൻ ദൈവം കൃപ നൽകിയത്. എന്നാലും വീണ്ടും അതിനുശേഷം ചില വർഷങ്ങൾക്ക് ശേഷം നിങ്ങളൊക്കെ കാണുവാനും ഒരുമിച്ചായിരിക്കാൻ എല്ലാം കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. പ്രത്യേക പാസ്റ്ററെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വിസിറ്റ് സന്ദർശനത്തിന്റെ ഭാഗമായി കടന്നു വരികയും ഞങ്ങൾക്ക് ഒരുമിച്ച് അടിയന്റെ ഭവനത്തിൽ കഥാദാസൻ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാനിടയായി തീർന്നു. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. ദിവസങ്ങളിൽ ഞങ്ങളും അന്യോന്യം പ്രാർത്ഥിക്കും. നമുക്കെല്ലാം അന്യോന്യം പ്രാർത്ഥിക്കാം. ദിവസങ്ങളിൽ പ്രാർത്ഥനയാലല്ലാതെ ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. പ്രാർത്ഥിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിന്റെ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഏത് പ്രതിസന്ധിയും പ്രതികൂലവും ഒക്കെ ജീവിതത്തിൽ വന്നാലും നമുക്ക് വേറൊരു ആശ്രയമില്ല. ഇന്നലെ രാത്രി എന്റെ പ്രിയ പൈതല് ഭയങ്കര പല്ലുവേദന, രാത്രി ഒരു 11-12 മണിയൊക്കെ ആയപ്പോ രാത്രി ഭയങ്കര പല്ലുവേദനയായിട്ട് ഭാരപ്പെട്ടു. നമുക്ക് എന്ത് ചെയ്യുക, കുറെ മരുന്ന് കൊടുത്തു. പക്ഷെ അതിനപ്പുറമായിട്ട് ദൈവസന്നിധി ഇരുന്ന് അവസാനത്തെ ഓപ്ഷനെ നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. പോയി പൈതലിന്റെ അടുത്ത് കിടന്ന് സൗഖ്യമാക്കണം ദ നെയിം ഓഫ് ജീസസ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, അതിലൊരു പ്രത്യേക പവറാ. ഞാൻ പറഞ്ഞതിന് കാരണം, നമ്മൾ എല്ലാ വഴികളും പലപ്പോഴും നമ്മൾ ആശ്രയിക്കും ലോകത്ത്. പക്ഷെ പലപ്പോഴും വഴികളൊക്കെ അടയുമ്പോഴും നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാൻ കഴിയുന്ന ഒരു ഇടമുണ്ടെങ്കിൽ നമ്മുടെ അപ്പന്റെ സന്നിധി മാത്രമേ ഉള്ളൂ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉപവാസ പ്രാർത്ഥന 5-ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയിലും ഈ ദിവസങ്ങളിലും പറയുവാൻ ഒന്നേ ഉള്ളൂ: പ്രാർത്ഥിപ്പാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലമാണെങ്കിലും പ്രതിസന്ധി ആണെങ്കിലും അപ്പന്റെ സന്നിധി മുഴങ്കാലും അടക്കി പ്രാർത്ഥിപ്പാൻ നാം തയ്യാറായാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരാഗ്രഹത്തിന്റെ എത്ര വലിയ അനുഭവമാണെങ്കിലും, ഏത് ശോധനയുടെ അനുഭവമാണെങ്കിലും, ഇന്ന് പകൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് പാട്ടുകാരൻ പാടിയതുപോലെ എരിഹോബിന്റെ മതിൽ എത്ര ഉയർന്നാലും അതിന്റെ വലിപ്പം സാരമില്ല. പലപ്പോഴും നമ്മൾ പ്രതികൂലത്തിന്റെ മതിലെല്ലാം കണ്ട് പലപ്പോഴും ഭാരപ്പെടും. കർത്താവേ, ഈ ഭാരമേറിയ അനുഭവത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും, എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും ആ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കുവാൻ പലപ്പോഴും കഴിയത്തില്ല എന്നൊരു തോന്നൽ പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ പലപ്പോഴും വരാറുണ്ട്. എന്നാൽ പറയാ, എരിഹോബിന്റെ മതിൽ എത്ര ഉയരട്ടെ യോശുവേ, നീയും കൂട്ടരും ആർപ്പിടാൻ നീ തയ്യാറാണെങ്കിൽ, അതിന് ചുറ്റും നിങ്ങൾ ആർപ്പിടാൻ തയ്യാറാണെങ്കിൽ അതിനെ ഇടിച്ച് നിങ്ങളെ അപ്പുറത്ത് കടത്തുവാൻ കഴിയുന്ന ഒരു ദൈവിക വാക്തത്വമാണ് നമ്മളോട് കൂടെ ഉള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ ധൈര്യമായി ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോകല്. ചിലപ്പോൾ ഒരാഴ്ച പ്രാർത്ഥിക്കും, 2 ആഴ്ച പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിച്ചില്ല എന്ന് വെച്ച് നിരാശപ്പെട്ടു പോവുകയല്ല. ധൈര്യത്തോടെ, നമുക്കറിയാം 75-ാമത്തെ വയസ്സിൽ വാക്തത്വം കേട്ടിറങ്ങിയ അബ്രഹാം നോക്കി, അവന്റെ ആ 100 വയസ്സ് വരെയുള്ള ആ ഗ്യാപ്പ്, ഏകദേശം 25 വർഷത്തെ ആ ഗ്യാപ്പ് നോക്കി. നമ്മളൊക്കെ ആണെങ്കിലോ വാക്തത്വം കേട്ടിറങ്ങിയിട്ട് 25 വർഷം പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ആ വാക്തത്വം പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ചോർന്നു പോകും. നിങ്ങൾ ഓർക്കുന്ന, കഴിഞ്ഞ ചില 1-2 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ഒരു സ്നേഹിതന് ഒരു ദിവാസം പ്രവാചകനൊക്കെ വന്നതാ. വന്ന് അദ്ദേഹത്തെ വന്നിട്ട് പറഞ്ഞു, അടുത്ത 7-ാം മാസത്തിൽ നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് കാനഡയുടെ പ്രദേശത്തേക്ക് ദൈവം നിങ്ങളെ പറിച്ചു നടും എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ ജൂലൈയും കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞിട്ട് ആ വാഗ്ദത്തം നിറവേറിയില്ല. അപ്പൊ പലപ്പോഴും അദ്ദേഹത്തിന്റെ അത് നിറവേറാതിരിക്കുമ്പോൾ ഉള്ള ആ ഫീലിംഗ് പലപ്പോഴും, എവിടെ വാഗ്ദത്തം, ഇതൊക്കെ നിറവേറുവോ, ഇതൊക്കെയാണോ വാഗ്ദത്തം, കുറെ കള്ളപ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് അത് കേൾക്കും ഭയങ്കര ഭാരം തോന്നി. ഞാൻ പറഞ്ഞതിന് കാരണം, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നമ്മൾ ഉറപ്പോടെ ഇരുന്നാൽ, ആ അബ്രഹാമിനെ പോലെ കാത്തിരിക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായും കാലങ്ങൾ കഴിഞ്ഞാലും നമ്മൾ നിരാശപ്പെട്ട് തകർന്നിരിക്കുകയല്ല, ധൈര്യത്തോടെ കാത്തിരിക്കുന്നതിൽ അതിന്റെ പുറകിൽ ഒരു വലിയ ദൈവിക അനുഗ്രഹമുണ്ട്. നോക്കി, അബ്രഹാം 25 വർഷത്തെ അബ്രഹാമിന്റെ കാത്തിരിപ്പ് എന്തായിരുന്നു? അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്നത് അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, യോസഫിന്റെ ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ആ ഡെഡിക്കേഷൻ, കർത്താവിന് വേണ്ടി വാക്തത്വത്തിന് വേണ്ടി കാത്തിരുന്ന അനുഭവം ഉണ്ടല്ലോ. കാലങ്ങൾ താമസിച്ചു, വർഷങ്ങൾ താമസിച്ചു, പക്ഷേ ആ കാത്തിരിപ്പ് മടുത്തു പോകാതിരുന്നത് കൊണ്ട് ദൈവം കൊടുത്ത ദൈവിക സന്തതികൾ എത്രയോ ശ്രേഷ്ഠമായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഈ പകലും ഉപവാസ പ്രാർത്ഥന ഞാൻ പറയാ, ചില നാളുകളായില്ലേ, വർഷങ്ങളായില്ലേ ചില വാക്തത്വങ്ങൾ കേട്ടിട്ട്, പക്ഷേ കർത്താവ് ഇതുവരെയും ആ വാക്തത്വങ്ങൾ ഒന്നും എന്റെ ജീവിതത്തിൽ നിറവേറിയില്ലല്ലോ, ഇതുവരെ കണ്ടില്ലല്ലോ കർത്താവ്. അനേകർ നോക്കി കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, പക്ഷേ എന്താ കർത്താവ് നിറവേറാത്തത് എന്നൊരു ചോദ്യചിഹ്നവുമായിട്ട് ഇന്ന് പകൽ ആരെങ്കിലും ദൈവസ്ഥാനത്തിലായിരിക്കുന്നെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകല്ലേ.
കല്ലറയുടെ മുമ്പിൽ കർത്താവ് വരുന്നൊരു ദിവസമുണ്ട്. 4 നാളായാലും നാറ്റം ഭവിച്ചാലും നിരാശപ്പെടില്ല. പലപ്പോഴും നിന്റെ സ്നേഹിതർ അല്ലെങ്കിൽ ചാർച്ചക്കാർ പറയാറില്ലേ, ഓ എവിടെ വാക്തത്വം, എവിടെ വാക്തത്വം, തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് തലമുറയെ ലഭിക്കാതിരിക്കെ പറയാറില്ലേ, എവിടെ തലമുറ, എവിടെ തലമുറ. നിന്ദകൾ വരുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ ദൈവം പറഞ്ഞ വാക്തത്വത്തിന് വേണ്ടി ഇന്ന് പകരം നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നാളെ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹമായി ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ കരം നിങ്ങൾക്കായി ചലിക്കുന്നതായിത്തീരും. അതുകൊണ്ട് ഇത് നമുക്ക് ക്ഷണിച്ചു പോകല്. ആ പ്രാർത്ഥിപ്പം നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് അകത്തൊരു ധൈര്യവും ഒരു ആത്മീക സന്തോഷവും ഒരു എനർജിയും ഒക്കെ നമ്മിലേക്ക് വെളിപ്പെടുകയാ. ഉപവാസ പ്രാർത്ഥനയൊക്കെ നമ്മൾ മാക്സിമം മുതലാക്കണം. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഫാസ്റ്റിങ്ങിലൊക്കെ ആയിരുന്നു. എന്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം. ആ ഒരു പ്രഭാതത്തിൽ എഴുന്നേൽക്കുകയും വചനം ധ്യാനിക്കുകയും മുഴുവൻ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷം നിറഞ്ഞ അനുഭവമാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിലെല്ലാം അതിന്റെ ഒരു അനുഗ്രഹത്തെ കാണാനിടയായി തീരുമെന്നേ. പക്ഷെ അതുകൊണ്ട് ഈ ദിവസം ധൈര്യത്തോടെ നമ്മുടെ പ്രാർത്ഥനയിൽ മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽ ഞാൻ ദിവസം ഇരുന്നപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് വന്ന ചിന്ത രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നുകൊണ്ട് 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാ ദൈവനാമത്തിന് ശരണപ്പെടുക. ഇന്ന് രാത്രി നമ്മുടെ ഉപവാസ പ്രാർത്ഥന അതുകൊണ്ട് വലിയ ദൂതുകളോ പ്രവചനങ്ങളോ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. അതിനപ്പുറമായി ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുള്ള ആഴമേറിയ ചിന്തകൾ ഇന്ന് പകൽ ദൈവനാമത്തിൽ സംസാരിപ്പാൻ ദൈവനാമത്തെ ഞാൻ ആഗ്രഹിക്കുക. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, 15ഉം 16ഉം വാക്യങ്ങൾ ഇന്ന് പകരത്തെ അല്പസമയ ചിന്തകൾക്ക് വേണ്ടി ഞാൻ എടുക്കാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുക. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. നമുക്കെല്ലാം സുപരിചിതമേറിയ ഒരു തിരുവചനമാ ഈ പകൽ നമ്മൾ വായിച്ചു കേട്ട്. നമുക്ക് രൂത്തിന്റെ പുസ്തകം, സഹോദരിമാരെ കുറിച്ച് എഴുതിയ ഒന്ന് എസ്തേറിന്റെ പുസ്തകം, ഒന്ന് രൂത്തിന്റെ, 2 പുസ്തകങ്ങൾ എസ്തേറും രൂത്തും. ഇതിൽ നമുക്കറിയാം രൂത്തിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇസ്രയേൽ ഒരു രാജാവില്ലാത്തൊരു കാലഘട്ടത്തിൽ അടിമ വീടായ ഇസ്രയേലിൽ നിന്ന് ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന ഇസ്രയേൽ ജനം. ആ കാലഘട്ടത്തിൽ നോക്കിയേ, ഇസ്രയേലിൽ ഒരു വലിയ ക്ഷാമം വെളിപ്പെടുകയാ. ഇസ്രയേലിൽ ഒരു വലിയ ക്ഷാമം വെളിപ്പെട്ട് കഴിയുമ്പോൾ നമുക്കറിയാം, ക്ഷാമം വെളിപ്പെടുമ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ. ആഹാരമില്ല, കന്നുകാലികൾക്ക് ആഹാരമില്ല, മക്കൾക്ക് കൊടുക്കുവാൻ ആഹാരമില്ല, വെള്ളമില്ല. അങ്ങനെ വല്ലാതെ നിരാശയുടെ അനുഭവങ്ങളിലൂടെ, പരാജയത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു പശ്ചാത്തലമാണ് ഈ വാക്യത്തിന്റെ, ഈ അധ്യായത്തിന്റെ ആരംഭം നമ്മൾ കാണുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ക്ഷാമത്തിന്റെ കാരണം. വേദപുസ്തകം ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പല നിരവധി ക്ഷാമങ്ങൾ അല്ലെങ്കിൽ നിരവധി ദൈവികമാകുന്ന ഇടപെടലുകളെല്ലാം നമുക്ക് വേദപുസ്തകത്തെ കാണാൻ കഴിയും. പലപ്പോഴും ഇതിന്റെ എല്ലാം മൂല കാരണം എന്താ? ഇസ്രയേൽ ജനം ഈ രൂത്തിന്റെ കാലഘട്ടത്തിൽ ഇവിടെ ക്ഷാമത്തിന്റെ പ്രധാന കാരണം എന്താ? ഈ ജനം ദൈവത്തെ മറന്ന്, അടിമ വീടായ ഇസ്രായേലിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന ദൈവം, ഈ ജനം നോക്കിയേ, ദൈവത്തെ മറന്ന് അവരുടെ ഇഷ്ടത്തിനോടിയപ്പോൾ, ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ ഓടാൻ തുടങ്ങിയപ്പോൾ ദൈവിക ന്യായവിധി, ദൈവികമാകുന്ന ന്യായവിധി ആ ദേശത്തിന്റെ മേൽ വെളിപ്പെടുകയാ. ഒരു ക്ഷാമം വെളിപ്പെടുകയാ. നമുക്ക് വേദപുസ്തകം ഉടനീളം കാണുമ്പോൾ നമുക്കറിയാം, ഏതേൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ആദാം ഹവ്വ, അവർക്ക് ദൈവം എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും നൽകി. ഏതേൻ പറുദീസയ്ക്കകത്ത് ദൈവം ഒരാക്കിയത്. പക്ഷേ എന്താ? ദൈവിക വ്യവസ്ഥ അവർ ലംഘിച്ച് പാപത്തിലേക്ക് അവിടെ കണ്ണുകൾ പോയപ്പോൾ, അവിടെ കരങ്ങൾ പോയപ്പോൾ സംഭവിച്ചത് എന്താ? അവർക്ക് ഏതേൻ പറുദീസ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, പാപത്തിന്റെ ചില വിത്തുകൾ, പാപത്തിന്റെ സ്വഭാവങ്ങൾ, ദൈവം ആഗ്രഹിച്ച ആ വഴിയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ചില ശോധനകൾ ദൈവം ജീവിതത്തിൽ നൽകും, ചില വേദനകൾ ദൈവം ജീവിതത്തിൽ നൽകും. അവിടെ കൊണ്ട് തീരുമോ? അടുത്ത തലമുറ നോക്കിയേ, എവിടെ 400 വർഷം ഇസ്രയേൽ ജനം മിസ്രൈമിൽ അടിമകളായിരുന്നു. എന്താ മിസ്രൈമിൽ അടിമകളാകുവാനുള്ള കാരണം? ഈ ജനം ദൈവം വിടുവിച്ച ജനം നോക്കിയേ, ഈ ജലപ്രളയത്തിലൂടെ ജനമെല്ലാം നശിച്ചെങ്കിലോ അടുത്ത തലമുറ, നോഹയുടെ തലമുറകൾ വീണ്ടും പാപം ചെയ്ത് ദൈവം വഴിവിട്ട് കളഞ്ഞപ്പോൾ ആ ജനത്തെ നോക്കി ദൈവം മിസ്രൈമ്യരുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു.
400 വർഷം അടിമകളെ പോലെ ദൈവം ആ ദേശത്ത് അവരെ ആക്കി. എന്നാൽ അവിടെ ദൈവസ്ഥനം നിലവിളിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ മോശയിലൂടെ ദൈവം തന്റെ ജനത്തെ വിടുവിക്കുകയാ. നമുക്ക് ഓരോ കാലഘട്ടങ്ങൾ എടുത്തിങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വശത്ത് ജനം ദൈവത്തെ മറക്കുന്നു. ഈ മറക്കുന്ന ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് ചില ന്യായവിധികൾ ദൈവം നൽകി ദൈവം തന്റെ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയാ. നമുക്ക് ഏലിയാവിന്റെ കാലഘട്ടത്തിലേക്ക് നോക്കിയേ. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഒരു 3.5 വർഷത്തെ കഠിനമേയൊരു ക്ഷാമം വെളിപ്പെട്ടു. എന്താ കാരണം? ആഹബും തന്റെ ജനവും ദൈവത്തെ മറന്നുകൊണ്ട് ഇസബേലിന്റെ പിതാവായ ബാലിന്റെ ദൈവത്തെ ആരാധിച്ച് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ച് ഇസ്രായേൽ ജനം മുഴുവനോ ആ ബാൽ വിഗ്രഹത്തെ സേവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തന്റെ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് ചില ക്ഷാമങ്ങൾ ജീവിതത്തിൽ നൽകി. നോക്കി, ചില ശോധനകൾ നൽകി ദൈവം തന്റെ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക. ഇന്ന് പകലും ഈ പ്രഭാതത്തിൽ എന്റെ മെസ്സേജിന്റെ ആരംഭത്തിന് ആഴമായി പറയട്ടെ, എന്തിനു വേണ്ടി ചില ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു, ചില ക്ഷാമത്തിന്റെ അനുഭവങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിലേക്ക് വരുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് അറിയുമോ? നീ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ, ഒരു പടി കൂടെ ദൈവസ്ഥലത്തിലേക്ക് അടുക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പുറകിലെ ശോധനയാ ഇന്ന് പകൽ നിങ്ങൾ അനുഭവിക്കുന്ന ശോധനയെന്ന് മറക്കല്ലേ. അതിന് മറ്റൊരു പോംവഴിയില്ല, ദൈവസ്ഥലത്തിലേക്ക് അടുക്കുക. കാരണം ദൈവം നമ്മെ അത്ര ആഴമായി സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് പകൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് നിങ്ങളെ ആഴമായിട്ട് ദൈവമകനായി ദൈവമകളായി തീരേണ്ടത് ദൈവം അതിയായി കൊതിക്കുന്നു. അതിന്റെ പുറകിൽ ദൈവം ചില ശോധനകളെ ദൈവം നൽകുക. നമുക്ക് യോനയുടെ ചരിത്രം നമുക്കറിയത്തില്ലേ? ദൈവിക വാഗ്ദത്തം നിരസിച്ചുകൊണ്ട്, ദൈവ ശബ്ദം നിരസിച്ചുകൊണ്ട് എങ്ങോട്ടാ? അവൻ തർശീശിലേക്കുള്ള കപ്പൽ കയറി. ദൈവം വിട്ടില്ലെന്ന് ദൈവം അവന്റെ കയറിയ കപ്പൽ നേരെ കൊടുങ്കാറ്റടിപ്പിച്ചിട്ട് സമുദ്രത്തിന്റെ ആഴത്തിൽ കിടന്നുകൊണ്ട് അയ്യം വിളിക്കുന്നൊരു നോഹയുണ്ട്. അയ്യം വിളിക്കുന്ന അവൻ യോനയുണ്ട്. ആ യോന നിലവിളിച്ചുകൊണ്ട് ദൈവസ്ഥലേക്ക് മടങ്ങിയപ്പോൾ അവനെ ദൈവം എത്തിക്കേണ്ട വാഗ്ദത്തത്തിലേക്ക് എത്തിച്ചത് കണ്ടില്ലേ? ആ നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കേണ്ടത് ദൈവം അവനെ എഴുന്നേൽപ്പിച്ചത് കണ്ടില്ലേ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ശോധനകൾ, ഇന്ന് കാണുന്ന ചില പ്രതിസന്ധികളുടെ കാരണം എന്താ? ദൈവത്തെ മറക്കുമ്പോൾ, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചെറിയ വിള്ളലുകൾ സംഭവിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തേണ്ടതിന് ചില പ്രതിസന്ധികൾ ദൈവം ഇട്ടുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടുകയല്ല, അത് നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മറന്നുപോകല്ലേ. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, ദിവസം പറയാറില്ലേ, അപ്പൊ ദൈവത്തെ അനേകർ പറയാറില്ലേ, ഞാൻ 5 വർഷമായി അല്ലെങ്കിൽ 10 വർഷങ്ങൾ 15 വർഷങ്ങളായി ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നു, പാരമ്പര്യം വിട്ടു, കത്തോലിക്ക പാരമ്പര്യം വിട്ട് എത്രയോ നിന്ദകളും പ്രതിസന്ധികളെല്ലാം സഹിച്ച് ദൈവസന്നിധിയിലേക്ക് വന്ന് ഇന്നും നിലനിന്നിട്ടും എന്തുകൊണ്ട് ദൈവമേ എന്റെ ജീവിതത്തിൽ ഇന്നും ഈ ശോധന എന്നൊരു ചോദ്യം പലപ്പോഴും വെളിപ്പെടാറില്ലേ? എന്തുകൊണ്ടാ ഈ ശോധന നമുക്കറിയാം. യേശു ഏറ്റവും അധികം സ്നേഹിച്ച കുടുംബം ബെഥാനിയിലെ ലാസറിന്റെ ഭവനോ യേശു ഏറ്റവും അധികം സ്നേഹിച്ചു. യേശു പല സമയങ്ങളിലോ യേശു ആ ഭവനം വിശ്രമിക്കുവാൻ തെരഞ്ഞെടുത്തൊരു സമയമാ. യേശു മാർത്തയും മറിയയോ അധികമായി സ്നേഹിച്ചെന്ന് വചനം പറയുന്നില്ലേ? എന്നാ നോക്കിയേ, എന്നാൽ എന്തുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ യേശു ഇത്രയധികം സ്നേഹിച്ച, യേശു ഇത്രയധികം കരുതിയ ഈ കുടുംബത്തിന്റെ അകത്ത് കൈപ്പേറിയ അനുഭവം വെളിപ്പെട്ടു. ഇന്ന് പകലും പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ശോധന വെളിപ്പെടുന്നു? ഞാൻ ഇത്രയധികം കർത്താവിന്റെ സന്നിധി നിന്നിട്ടു, ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തോട് കൂടെ നടന്നിട്ടും അപ്പാ എന്താ കർത്താവേ എന്റെ ജീവിതം വിട്ടുമാറാതെ ഈ ശോധനകൾ എന്നൊരു ചോദ്യം പലപ്പോഴും ഇന്ന് പകൽ ഈ 54 പേര് സൂമിലായിരിക്കുമ്പോഴോ ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് പലപ്പോഴും നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമല്ലേ കർത്താവേ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ ശോധന വെളിപ്പെടുന്നു? എന്തുകൊണ്ട് കർത്താവേ ഞാൻ ഈ വേദനയിലൂടെ കടന്നു പോകുന്നു? ഉപവസിക്കാഞ്ഞിട്ടാണോ? പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? അന്യഭാഷ പറയാഞ്ഞിട്ടാണോ? ദശാംശം കൊടുക്കാഞ്ഞിട്ടാണോ? വിശ്വാസ ജീവിതവും കർത്താവേ നേരായ മാർഗത്തിൽ നടക്കാതെ ഇരുന്നിട്ടാണോ? എല്ലാം ഞാൻ ചെയ്തിട്ടും എന്ത് കൊണ്ടായി ശോധന? എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, പ്രിയ ഫ്രെഡിജാൻ. ഞങ്ങളുടെ അലയിലുള്ള ഒരു സ്നേഹിതനാണ് ഫ്രെഡിജാൻ. അദ്ദേഹം ഞാൻ പലപ്പോഴും ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഒക്കെ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് പറയാൻ. കാരണം അദ്ദേഹം ഒരു നല്ലൊരു ആത്മീകനാണ്. മിക്കവാറും അവധിയുള്ള ദിവസങ്ങളിലൊക്കെ എന്റെ വീട്ടിൽ വരും, ഞങ്ങളിവിടെ ഇരിക്കും. ഞങ്ങൾ ഒത്തിരി ആത്മീയ കാര്യം, പുള്ളി ഉപദേശത്തിന് വേണ്ടിയൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കും. ഈ ദുരുപദേശത്തിന് വേണ്ടിയൊക്കെ ശക്തമായിട്ട് വാദിക്കുകയും അങ്ങനെ ഒരു ആത്മീകനായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം എല്ലാ ദിവസവും വരും. എവിടെ വരുന്നൊക്കെ എനിക്ക് ഓരോ ആത്മീയ കാര്യങ്ങളൊക്കെ പറയും. നമുക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ. അപ്പൊ ഞങ്ങളും ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ മെയ് മാസം അദ്ദേഹം നമ്മുടെ നാട്ടിലെ വെക്കേഷനൊക്കെ ആയ സമയത്ത്
അദ്ദേഹം നാട്ടിൽ കടന്നുപോയി. പിള്ളേരുടെ കൂടെയൊക്കെ ഒരു മാസം ചെലവഴിക്കാൻ വേണ്ടി നാട്ടിൽ കടന്നു പോയതാ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും കൂടെ അദ്ദേഹത്തെ ഒരു സ്കൂട്ടിയിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു ഇനോവ കാർ വന്നിട്ട് അവരങ്ങ് ഇടിച്ച് തെറിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ 4 വാരിയെല്ല് പൊട്ടി, ഷോൾഡറിന്റെ എല്ല് പൊട്ടി, അദ്ദേഹത്തിന്റെ മൂക്കിന്റെ എല്ല് പൊട്ടി. അദ്ദേഹം ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. പിന്നെ സഹിക്കാം. അദ്ദേഹത്തിന്റെ വൈഫിന്റെ മുട്ടിന്റെ താഴെ ഉണ്ടല്ലോ, ആ മാംസം മുഴുവനും പറഞ്ഞു പോയി. നമ്മുടെ ആ മുട്ടിന്റെ താഴത്തെ എല്ല് പൊട്ടിയിട്ട് അങ്ങ് പൊടിഞ്ഞു. നമ്മുടെ കോഴിക്കോട് ആസ്റ്റർ മിംസിൽ 6 സർജറികൾക്ക് വിധേയമായി. പ്ലാസ്റ്റിക് സർജറി, തുടയുന്ന മാംസം എടുത്ത് അവിടെ വെക്കുന്നു, 6 സർജറികൾക്ക് ആ രംഗം കണ്ടു കഴിഞ്ഞാൽ അത് എത്രയോ സ്ക്രൂ ഇട്ടും കമ്പി ഇട്ടും എത്ര നാളുകൾ ആ പ്രിയപ്പെട്ടവൾ കിടന്നറിയുമോ. അദ്ദേഹം പറഞ്ഞ 4 മാസം പുള്ളിക്കാരത്തി ഉറങ്ങിയില്ല. വേദന സഹിക്കാൻ കഴിയാതെ രാത്രി കിടന്ന് നിലവിളിക്കുകയാ. ഇൻഫെക്ഷനായും ഓപ്പറേഷനോട് ഓപ്പറേഷൻ വല്ലാതെ. ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് അദ്ദേഹം ചെറിയ വടിയും കുത്തിയിട്ട് ഒന്ന് നടന്നു തുടങ്ങിയത്. 9 മാസത്തോളം ആ നരകയാതന അനുഭവിച്ചു. അപ്പോ ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഭാരമുണ്ട്. എങ്കിലും ചില നാൾക്ക് മുമ്പേ അദ്ദേഹത്തിന് ബോട്ട് ടീമിനൊക്കെ വിളിച്ച് പുള്ളിക്കാരത്തെ കണ്ടു, സംസാരിച്ചു. പുള്ളിക്കാരത്തെ കണ്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പ്രിയ പൈതലുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രിയ പൈതല്. അദ്ദേഹം ആ കൊച്ചിനെ അടുത്തിരുത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ഭയങ്കര വിഷമത്തോടെ അത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം പറയാ, ലിജോ സാരമില്ല ലിജോ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, സാരമില്ല ലിജോ, ദൈവം അറിയാതെ. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. പിന്നെ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചെന്നറിഞ്ഞോ, അദ്ദേഹത്തിന്റെ 6 വയസ്സുള്ള പൈതലിനെ അദ്ദേഹം ആ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം പാടി, ദോഷമായിട്ടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല, കഷ്ട നഷ്ടമേറി വന്നാൽ ഞാൻ ഭാഗ്യവാനായി തീരും. ദുഃഖത്തിന്റെ പാനപാത്രം ലിജോ, എന്റെ ദൈവം നോക്കിയേ, ഞങ്ങളുടെ ആ 2 പേരുടെ ആയുസ് വേണമെങ്കിൽ തീരാമായിരുന്നു, ആ സെക്കൻഡിൽ പോകാമായിരുന്നു. ദൈവം ആയുസിനെ മടക്കി തന്നില്ലേ. അദ്ദേഹത്തിലേക്ക് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി, ഈ ശോധനയുടെ നടുവിലും ഈ വേദനയുടെ നടുവിലും പഴിക്കുന്ന ഒരു അനുഭവം അദ്ദേഹത്തെ കണ്ടില്ല, നിരാശയുടെ വാക്കുകൾ കണ്ടില്ല. അദ്ദേഹത്തിന്റെ അകത്ത് അദ്ദേഹം പ്രാപിച്ച ആത്മശക്തി ഒരു പടി കൂടെ മൂർച്ചയുള്ള ഒരായുധമായി നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. പൗലോസ് ഇതുപോലെ, എന്റെ പുറമെയുള്ളവൻ ക്ഷയിച്ചു പോയാലും എന്റെ യാഗമയൊരുവനുണ്ട്, അവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് വാക്യം നമ്മൾ വായിക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്തെ കണ്ടു, പുറമെ ക്ഷയിച്ചാലും അകത്ത് നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച ഒരനുഭവം കണ്ടു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തെ സേവിക്കുന്ന ഭക്തന്റെ ജീവിതത്തിലെ ശോധന എന്തിനു വേണ്ടിയാ? അത് നിരാശപ്പെട്ട് തകർത്ത് കളയുവാനല്ല. ആ ശോധനയിലൂടെ നീ ഒരു നല്ല ആയുധമായി, ദൈവത്തിന് പ്രയോജനപ്പെടുന്ന നല്ലൊരു അഭിഷേകമുള്ള ഒരു കത്തി ജ്വലിക്കുന്ന തീയായി നിന്നെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിന്റെ പുറകിലാ നിന്റെ ജീവിതത്തിലെ ശോധന. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇന്ന് പകൽ ആർക്കുമില്ലാത്ത ശോധനകൾ, ആർക്കുമില്ലാത്ത വേദനകൾ എന്തുകൊണ്ട് കർത്താവേ എന്റെ ജീവിതത്തിൽ ഉടനീളം വെളിപ്പെടുന്നു എന്ന ചിന്ത നിന്റെ അകത്ത് ഓരോ ദിവസങ്ങളും രാത്രിയാമങ്ങളിൽ കിടക്കുമ്പോൾ, അത് വെളിപ്പെടുമ്പോൾ ഓർത്തോ, നിന്നെ തകർത്ത് കളയുവാനല്ല, നീ മൂർച്ചയുള്ള ഒരായുധമായി പുറത്തു വരുവാൻ, ഒരു കത്തുന്ന തീയായി, ജ്വലിക്കുന്ന ഒരു അഗ്നിയായി, അനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന അന്ത്യകാലത്തിന്റെ ശുശ്രൂഷകരായി ഈ കാലഘട്ടത്തിൽ നോക്കിയേ. അധർമ്മം പെരുകുന്നു, പാപം പെരുകുന്നു, മ്ലേച്ഛതകൾ പെരുകുമ്പോൾ നമ്മുടെ തലമുറകൾ ഇന്ന് എവിടേക്ക് പോകുന്നു കാണുന്നില്ലേ? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ കൊച്ചു തലമുറകൾ വരെ ദൈവം വഴിവിട്ടു പോകുമ്പോൾ, ദൈവ സ്നേഹത്തെ വ്യതിചലിച്ചു പോകുമ്പോൾ, ദൈവം ആരാണെന്ന് അറിയാതെ മൂഢന്മാരെ പോലെ ഈ ലോകം ഇങ്ങനെ ഓടുമ്പോൾ, ഈ ജനത്തെ കർത്താവിലേക്ക് നയിക്കുവാൻ, ഇവരെ കർത്താവിലേക്ക് ഒരുപടി കൂടെ ദൈവസ്ഥലേക്ക് ചേർക്കേണ്ടത് എന്റെ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന്റെ പുറകിൽ ചില ശോധനകൾ ഉണ്ടെങ്കിൽ നിനക്ക് ആ ശോധന, ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ പ്രതിസന്ധിയുടെ ഭാരോ വേദന അറിയണമെങ്കിൽ നീ ചില ശോധനയിലൂടെ കടന്നുപോയേ മതിയാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ നിന്റെ ശുശ്രൂഷയുടെ ദൗത്യം നിനക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ.
അപ്പൊ ശോധനകൾ വരുന്നത് തകർക്കാനല്ലെന്ന്. അത് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ട് നിങ്ങൾ ഇരിക്കല്ലേ. ഈ ശോധനയുടെ നടുവിൽ നിങ്ങൾ ഒന്നാളി കത്തുന്ന ഒരു അനുഭവത്തേക്ക് വരുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ പ്രിയ സ്നേഹിത, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത്തെ ദിവസം നിങ്ങളായിരിക്കുന്ന സാഹചര്യം ഏതുമാകട്ടെ, ആ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് നിരാശപ്പെട്ട് ഇരിപ്പാനല്ല ഇന്ന് പകൽ നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്നെഴുന്നേൽക്കുക, എഴുന്നേറ്റ് പണിയുക. എന്റെ ദൈവം നിനക്ക് വേണ്ടി ചില വൻകാര്യങ്ങൾ ഈ നാളുകളെ ചെയ്യുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ശോധനയുടെ നടുവിൽ ദൈവത്തോട് പറ, കർത്താവേ, എന്നെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? ഈ ശോധന തന്നത് എന്തിനു വേണ്ടിയാ? ഇതിന്റെ പുറകിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവിക പദ്ധതി കർത്താവേ എന്നിൽ പൂർത്തീകരിക്കണമേ എന്ന് ഇന്ന് പകൽ എത്ര പേർ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു? അവർക്ക് വേണ്ടി ദൈവം ഇന്ന് രാത്രി ഈ പകൽ ഇടപെട്ടുകൊള്ളും. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകല്ലേ. അത് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയുമെന്ന് അറിയുമോ? അപ്പോ ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധന എന്തിനു വേണ്ടിയാ? ഒന്ന്, ദൈവത്തെ മറക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് ദൈവം ചില ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ തരൂ. രണ്ടതിനു വേണ്ടിയാ, നാം ഒരു പടി കൂടെ പൊന്നായി പുറത്തു വരേണ്ടതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ശോധന തരൂ. ഇത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് അറിയുമ്പോൾ, നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഒരു പടി കൂടെ അടുത്ത് ദൈവിക ദൗത്യം നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി ഇറങ്ങുവാൻ ഒരു സുവിശേഷകനായി നീ ദൈവത്തിന് വേണ്ടി ജ്വലിക്കണമെന്ന ദൈവിക പദ്ധതിയെങ്കിൽ നീ ശോധനയുടെ നടുവിലും വേദനയുടെ നടുവിലോ ഒരാളി കത്തുന്ന പ്രതിസന്ധിയുടെ നടുവിലോ നമ്മുടെ അകത്ത് ഇങ്ങനെ ഒരു ആത്മീക നിറവ് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കോ. ഇന്ന് പകരം എത്ര പേരുടെ അകത്ത് അത് വെളിപ്പെടുന്നുണ്ട്? ഈ പ്രതിസന്ധി വരുമ്പോഴോ പ്രയാസങ്ങൾ വരുമ്പോഴോ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു ഉന്മേഷോ, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും, സാരമില്ല. പ്രതിസന്ധി വന്നാൽ സാരമില്ല, പ്രതികൂലം വന്നാൽ സാരമില്ല, എന്റെ ദൈവം എനിക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുമെന്ന് ഇന്ന് പകരം അകത്തൊരു ആത്മഭാരം അകത്ത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തോ, എന്റെ ദൈവം നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. നീ ആ പദ്ധതിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെ ഈ ശോധന വന്നിട്ടും ഇന്ന് പകലും ഗൗരവമായ ഒരു കാര്യം പറയാ, ഇത്ര നാളും പ്രതിസന്ധി വന്നിട്ടോ അനേക വർഷങ്ങളായി നിങ്ങൾ കടഭാരത്തിലൂടെ കടന്നു പോകുന്നില്ലേ? ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടോ ഇതുവരെ ആ തലമുറയെ കാണാത്ത ചില അനുഭവങ്ങളില്ലേ? ചില രോഗങ്ങൾ വിട്ടുമാറാതെ നിങ്ങളെ പിന്തുടരുന്നില്ലേ? എന്റെ പ്രിയ സ്നേഹിത, ഇതെല്ലാം ജീവിതത്തിൽ വന്നിട്ടോ നിങ്ങളുടെ ആത്മീക നിലവാരം എവിടെ നിൽക്കുന്നു? അനേക നാളുകളായി നിങ്ങൾ രോഗത്തിന് ഭാരപ്പെടുന്നു, സൗഖ്യത്തിന് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ സൗഖ്യമാകുന്നില്ല എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മീകമായി ഒരാത്മീക അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. എന്നും പരിഭവവും പരാതിയും പിണക്കവും നിന്ദകളും മാത്രമായിട്ട് മുമ്പോട്ട് പോവുകയാണോ? അതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്നത് നീ ഒന്ന് മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നീ മടങ്ങി വന്നെങ്കിൽ മാത്രമേ നീ അനുഭവിക്കുന്ന ശോധനയിൽ നിന്ന്, വേദനയിൽ നിന്ന് നിനക്കൊരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. നീ മടങ്ങി വരാത്ത ോളക്കാനോ ആ വിടുതൽ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്റെ പ്രിയ സഹോദരങ്ങളെ. എന്തുകൊണ്ടാ? ഇസ്രായേൽ ജനം 400 വർഷമാ ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമകളായിരുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്ക് 40 വർഷത്തെ മരുഭൂയാത്ര, ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂയാത്രയിൽ ഈ 40 വർഷമൊന്നും വേണ്ട, 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് സുഖമായിട്ട് അവർക്ക് ദൈവം പറഞ്ഞ കനാൻ, വാഗ്ദത്ത നാടായ കനാനിൽ എത്താമായിരുന്നു. 1 മാസം 2 മാസമൊക്കെ മതിയായിരുന്നെന്ന് നടന്നുപോയാൽ എത്താമായിരുന്നു. ഇത്ര വലിയ ജനസമൂഹമല്ലേ? 40 വർഷം മരുഭൂമിക്കകത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഉഴന്ന് അടിമകളെ പോലെ നരകിച്ച ജീവിതത്തിലൂടെ ഇവർ കടന്നുപോയ സാഹചര്യം എന്താ? ഇവർ ദൈവത്തോട് പിറുപിറുത്തു. ഈ പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലോ പിറുപിറുപ്പും പരാതിയും പരിഭവങ്ങളോ അവിടെ ഹൃദയത്തിന്റെ അകത്തം നിറഞ്ഞപ്പോൾ ദൈവം 40 വർഷം മരുഭൂമിക്കകത്ത് അവരെ ഇട്ട് പഠിപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് പകൽ പ്രിയ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ അതിവേഗത്തിൽ നിങ്ങളൊരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പടി അതിവേഗത്തിൽ ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് പകൽ മനസ്സ് വെക്കുന്നെങ്കിൽ ഒരു ദൈവപ്രവൃത്തി ഈ നാളുകളിൽ തന്നെ, അധികം നാൾ വിദൂരമല്ലെന്ന്, വരും ദിവസങ്ങളിൽ തന്നെ ഇന്ന് പകൽ എത്ര ഒരു തീരുമാനമുണ്ട്? കർത്താവേ, ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ ചിലതിനെ വിട്ടുകളയുവാൻ ഞാൻ തയ്യാറാകുന്നു. ചില പരാതികൾ, പരിഭവം പറയുന്ന അനുഭവങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റം പറയുകയോ മറ്റുള്ളവരുടെ കുറവുകൾ പറയുകയോ മറ്റുള്ളവർ പ്രതിസന്ധി വരുമ്പോ അത് കണ്ട് രസിക്കുകയോ അതല്ലേ കണ്ട ആ ഒരു മനോഭാവത്തെ ഇന്ന് പകൽ ഹൃദയത്തിന്റെ അകത്തുനിന്ന് എടുത്ത് കളഞ്ഞുവാൻ ഇന്ന് പകൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു ദൈവപ്രവർത്തന ജീവിതം തരുവാൻ എന്റെ ദൈവം ഇന്ന് പകൽ ആഗ്രഹിക്കുന്നുണ്ട്.
ഒന്ന് വിട്ടുകളയുന്നേ. ഉപവാസ പ്രാർത്ഥന ഒരു വലിയ ദൂതുകളുടെ പ്രാർത്ഥനയല്ല. അതിനപ്പുറമായി ഒന്ന് അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് ഒന്ന് പകരുവാൻ. ഞാൻ പറഞ്ഞില്ലേ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. എന്താ ഉപവാസം? നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവസന്നിധി ഏറ്റുപറയുക. എവിടെയെങ്കിലും ബലഹീനതകളുണ്ടെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ചില വിള്ളലുകൾ ഇല്ലേ, ആ വിള്ളലുകളെ ഇന്ന് പകൽ ദൈവസന്നിധി നിലവിളിച്ച് കരഞ്ഞ വിള്ളലുകളെ ഒന്ന് യോജിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഇന്ന് പകൽ മനസ്സ് വെക്കുന്നെങ്കിൽ നാളത്തെ പ്രഭാതം നിങ്ങൾക്കുള്ള പ്രഭാതമോ, നാളത്തെ പ്രഭാതം ഒരു അനുഗ്രഹത്തിന്റെ പ്രഭാതമാക്കി തരുവാൻ ഇന്ന് പകൽ നാം സേവിക്കുന്ന ദൈവശക്തന. നമ്മളെ ഇന്ന് പലപ്പോഴും നമുക്ക് ആ ഒരു വെളിപ്പാട് പലപ്പോഴും കത്തുന്നില്ല. എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ. ഇന്ന് വിളിച്ചാൽ എന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ആ ദൈവത്തെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാ. രക്ഷിക്കപ്പെട്ടു ശരിയാ, സ്നാനപ്പെട്ടു ശരിയാ, പെന്തക്കോസ്തിലെ എല്ലാം ശരിയാ. ഇന്ന് പകൽ പ്രിയ സഹോദരങ്ങളെ, അതിനപ്പുറം ആഴമേറിയ ഒരു അനുഭവങ്ങൾ വരട്ടെ. ഇന്ന് പകൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. ഞാൻ വാക്യത്തിലേക്ക് പോവുകയാ. അപ്പോ ബെത്ലഹേമിൽ ഇസ്രായേൽ ഒരു ക്ഷാമം വെളിപ്പെട്ടപ്പോൾ യഹൂദയിലെ ബെത്ലഹേമിലുള്ള ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും ഈ ക്ഷാമം ശക്തമായി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ എവിടേക്ക് പോയി? അവർ മോവാബിലേക്ക് ഓടിപ്പോയി. നോക്കിയേ, ആരൊക്കെയാ? നോക്കിയേ, നവോമിയും തന്റെ ഭർത്താവ് എലിമലേക്കും തന്റെ 2 ആൺമക്കളും കൂടെ എവിടേക്കാ? ഈ ക്ഷാമം ശക്തിപ്പെട്ടപ്പോൾ ഇവരെവിടേക്ക് ഓടിയെന്നറിയുമോ? മോവാബിലേക്ക് ഓടിപ്പോയി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി അവിടെ ഒരു ഗൗരവമായ ഒരു വിഷയം ഞാൻ പറയാം. ഈ ക്ഷാമത്തിന്റെ കാരണം എന്താ? ക്ഷാമത്തിന്റെ കാരണം ജനം ദൈവത്തെ മറന്നപ്പോൾ, ദൈവത്തിന് വഴിതെറ്റിപ്പോയപ്പോൾ ഇവർ ദൈവത്തെങ്കിലേക്ക് ഈ ജനം അടുത്തു വരേണ്ടതിന് 8 വെണ്ണൂര് ഉപവസിച്ചും പ്രാർത്ഥിച്ചും തന്റെ ജനം ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തേണ്ടത് ദൈവം ക്ഷാമത്തെ നൽകിയത്. അപ്പൊ ഇവരെന്ത് ചെയ്ത്? ഇവർ ദൈവസ്ഥാനത്ത് മുഴങ്കാലും മടക്കി മടങ്ങി വരാതെ, ഒരനുദവിക്കാതെ ഇവരെവിടേക്ക് അവരെങ്ങോട്ട് റൂട്ട് മാറ്റി മോവാബിലേക്ക് ഓടി. അവിടെ സമൃദ്ധിയുണ്ട്, അവിടെ ക്ഷാമമില്ല, കുഴപ്പമില്ലാത്ത സാഹചര്യമോ. അതുകൊണ്ട് അങ്ങോട്ട് ഇവരെന്ത് ചെയ്തു? ഇവരും താമസം ഇവിടുന്ന് എടുത്തുകൊണ്ട് അപ്പുറത്ത് വെച്ച് ഉറപ്പിച്ചു. അപ്പുറത്തേക്ക് അവർ മാറി ഒരു താമസം. അവരുടെ ജീവിതത്തെ അങ്ങോട്ടങ്ങ് പറിച്ചു വെച്ചു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ ഞാൻ ആഴമേറി ഗൗരവമേറി സന്ദേശം പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ട ക്ഷാമം വെളിപ്പെടുന്നെങ്കിൽ, ദൈവത്തിന്റെ അനുവാദത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ ക്ഷാമമെങ്കിൽ, അതിനെ നിങ്ങൾ എവിടെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലോ നിങ്ങൾ കുഴപ്പമില്ല. എന്നാ പിന്നെ അങ്ങോട്ട് പോകുക, അല്ലെങ്കിൽ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അനുദവിക്കാതെ ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വരാതെ എത്ര ഓടാൻ ശ്രമിച്ചാലോ നിങ്ങളുടെ ഓട്ടം പൂർത്തീകരിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടുവാൻ സാധ്യമാകത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ മുഴങ്കാലും മടക്കി അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോ മാത്രമേ വിടുതൽ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. എന്താ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇവർ മോവാബിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ദണ്ഡിപ്പിച്ച രാജ്യം. നോക്കിയേ, ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റവർ, ഇസ്രായേലിനെ എത്രയധികം പീഡിപ്പിക്കാൻ കഴിയുമോ അത്രയധികം പീഡിപ്പിച്ച ഈ ജനതയുടെ ഇടയിലേക്ക് അവർ ഓടിപ്പോയത്. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? നവോമിയുടെ പ്രിയപ്പെട്ടവൻ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. ആ ദേശം മോവാബിൽ വെച്ച് മരിച്ചു. നോക്കി, 2 ആൺമക്കൾ വിവാഹം കഴിച്ചു 10 വർഷത്തോളം ഒരുമിച്ച് പാർത്തിട്ടു. ഈ നവോമിക്കൊരു കൊച്ചു പൈതലിനെ കാണുവാൻ, അല്ലെങ്കിൽ കൊച്ചുമകനെയോ കൊച്ചുമകളെയോ കാണുവാനുള്ള ഭാഗ്യം ഈ നവോമിക്ക് ലഭിച്ചില്ല. അത് മാത്രമോ, ഈ 2 ആൺമക്കളും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ആ മാതാവിന്റെ അനുഭവങ്ങൾ നമ്മളൊന്ന് പലപ്പോഴും ചിന്തിക്കണം. തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 ആൺമക്കൾ മരിച്ചു, ഒരു കൊച്ചു പൈതലിനെ കാണുവാനുള്ള ഭാഗ്യം ലഭിക്കാതെ ഇതുപോലെ ഗതികെട്ട ഒരു അമ്മായി, ഒരു മാതാവ് മറ്റാരാ ഉള്ളേ? അത്ര നിരാശയിലൂടെ കടന്നുപോയൊരു സാഹചര്യത്തിലേക്ക് അവളുടെ ജീവിതം വഴിമാറിപ്പോയി. അതിന്റെ കാരണം എന്താ? ഇവർ ദൈവത്തെ മറന്നു കളഞ്ഞപ്പോൾ, ദൈവം മടങ്ങി വരുവാൻ ഉള്ള ഒരു ക്ഷാമത്തെ ദൈവം അയച്ചപ്പോൾ അവർക്ക് മടങ്ങി വരുവാൻ മനസ്സില്ലാതെ അവർ അവരുടെ ഇഷ്ടത്തിനോടിയപ്പോൾ ഓരോന്ന് ജീവിതത്തിൽ പടിപടിയായി നഷ്ടങ്ങളുടെ കൂമ്പാരം അവളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതായി തോന്നുന്നു. എന്നാൽ ഇന്ന് പകലും ഗൗരവത്തോടെ ഞാൻ ആ കാര്യം പറയുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, ചില
ശോധനകൾ ദൈവം അനുവദിച്ചിട്ട് ഇന്ന് പകൽ എന്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത, ചില ശോധനകൾ ദൈവം അനുവദിച്ചിട്ട് എന്തിനു വേണ്ടി? ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന്. ആ മടങ്ങി വരാതെ, അനുദപിക്കാതെ, ദൈവസ്ഥയെ കരയാതെ, പാപങ്ങളെ ഏറ്റുപറയാതെ ഇന്നും നിന്റെ സിയോൻ യാത്ര തുടരുന്നു എങ്കിൽ നിന്റെ ശോധനകൾ നിന്നെ വിട്ടുമാറുകയില്ല. ഓരോ പ്രതിസന്ധികൾ ഓരോന്നോരോന്നായി പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആരോടൊക്കെ ദൈവാത്മ ശക്തമായി ഇടപെടുകയാ. ചില ശോധനകൾ വിട്ടുമാറാത്തതിന്റെ കാരണം മടങ്ങി വരുവാനുള്ള മനസ്സില്ലാതെ പലപ്പോഴും ഓടുകയാ. ഇന്ന് പകൽ ഒന്ന് അനുദപിക്കുവാൻ, എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് വരുവാൻ നീ തയ്യാറാണോ? നിന്റെ നഷ്ടപ്പെട്ടു പോയി ഓരോന്നും മടക്കി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പക്ഷെ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. നമ്മള് ഈ ദിവസങ്ങളിൽ പലപ്പോഴും ചോർന്നു പോകുകയാ. ചോർന്ന് പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷെ എത്ര ചോർന്നു പോയാലും നമുക്ക് മടങ്ങി വരുവാനോ ഒന്ന് ഇരിക്കുവാനോ ദൈവത്തോട് ചേർന്നിരിക്കാനോ മനസ്സ് വെളിപ്പെടാത്തൊരു തലമുറ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്റെ പ്രിയ സ്നേഹിത, മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് എങ്ങനെയാ? കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത ചില ദൈവിക നന്മകളുടെ വഴികൾ, അനുഗ്രഹത്തിന്റെ വഴികൾ നിങ്ങളുടെ കൺമുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കാണാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? അത് കാണാതെ നിങ്ങളുടെ റൂട്ട് പലപ്പോഴും തട്ടിമാറി പോകുന്നതിന്റെ കാരണം ദൈവസ്ഥാനത്തേക്ക് വരുവാൻ നിങ്ങൾ മനസ്സ് വെക്കുന്നില്ല. ഇന്ന് പകൽ നിങ്ങൾ മനസ്സ് വെക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ആ വഴി കാണുവാൻ തക്കവണ്ണോ നിങ്ങളുടെ കണ്ണിനെ ദൈവം തുറക്കും. ആമേൻ. നമ്മൾ മടങ്ങി വന്നേ മതിയാവുള്ളൂ പ്രീതികളെ. അതൊരു അനുഗ്രഹത്തിന്റെ വഴികളാ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും എന്റെ അനുഭവങ്ങൾ പലപ്പോഴും ഓർക്കാറുണ്ട്. വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ സമയങ്ങൾ, പ്രതിസന്ധികളെല്ലാം പ്രതികൂലങ്ങളെല്ലാം നിറഞ്ഞ സാഹചര്യത്തിലൂടെയൊക്കെ വന്ന കത്തോലിക്ക പാരമ്പര്യത്തിൽ ഇറങ്ങിയതാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ ദൈവത്തിങ്കിലേക്ക് അടുത്തപ്പോൾ ശോധനകൾ നിരവധി വന്നു, നിരവധി പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധിയുടെ നടുവിലും എനിക്ക് പറയാം, ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നതാ. ഒത്തിരി ഇറങ്ങിയ നാളുകൾ ഒത്തിരി കഠിനമേറിയ ശോധനകളിലൂടെ കടന്നുപോയ നാളുകളുണ്ട്. അതെനിക്ക് പഴിക്കാമായ ദൈവമേ, നിന്നെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഇതാണോ? നിന്നെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഈ നിന്ദകളാണോ, പരിഹാസമാണോ, അപമാനമാണോ, ഈ കഷ്ടപ്പാടുകളാണോ എന്നൊക്കെ പറഞ്ഞെനിക്ക് പിന്തിരിയാമായിരുന്നു. പക്ഷേ ആ പ്രതിസന്ധിയുടെ നടുവിലോ എന്തോ നിൽക്കാൻ, ദൈവത്തോട് അടുത്തിരിക്കുവാൻ ഒരു വലിയ ഒരു ആത്മധൈര്യം എന്റെ അകത്ത് ദൈവം പകർന്നു. ഓട്ടോമാറ്റിക്കായിട്ടൊരു ആത്മധൈര്യം ദൈവം അകത്ത് പകർന്നു. ഇന്ന് പകരം പ്രിയ സ്നേഹിതരെ, ഒരാത്മധൈര്യം നിങ്ങളുടെ അകത്ത് പകരട്ടെ, ആത്മശക്തി പകരട്ടെ. പ്രതിസന്ധികൾ വരുമ്പോഴോ ദൈവത്തോട് അടുത്തിരിക്കുവാൻ, ചേർന്നിരിക്കുവാനുള്ള ഒരകത്തൊരു ആത്മബലം നമ്മുടെ അകത്ത് വെളിപ്പെട്ട്, അത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായി നീ ചേർന്നിരുന്ന് കഴിഞ്ഞാൽ എന്റെ ദൈവം ഒരിക്കലും നന്മയെ കാണാൻ കഴിയുമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ മരുഭൂമി ഞാൻ കുടുംബമായി തലമുറയോട് ഒരുമിച്ച് ഇവിടെ പാർക്കുവണ്ടക്കമെന്ന് ഒരു യോഗ്യതയോ കഴിവോ ഒന്നുമില്ല. എങ്കിലും ദൈവം യോഗ്യനാക്കി മാറ്റിയതിന്റെ കാരണമോ, അനേക ശുശ്രൂഷയിലെല്ലാം ദൈവത്തിന് പ്രയോജനപ്പെടുവാനെല്ലാം മാറ്റിയതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? എത്ര പ്രതിസന്ധി വന്നപ്പോഴും പ്രതികൂലം വന്നപ്പോഴോ പഠിക്കാതെ, പരിഭവം പറയാതെ അപ്പന്റെ പാദപീഠത്തോട് ചേർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം ഓരോ പടിപടിയായി ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും എല്ലാ മേഖലകളിലും ദൈവിക അനുഗ്രഹം കാണുന്നതായി തീർന്നു. അതുകൊണ്ട് ഇന്ന് പകലിന്റെ അനുഭവത്തിൽ പറയാ, ഒന്ന് അടുക്കത്തിൽ വാ. ഇത് അടുത്തു വന്നാൽ ഇതുപോലെ നമ്മെ സ്നേഹിക്കുന്ന, ഇതുപോലെ കരുതുന്ന ഒരു പിതാവ് വേറെ ഇല്ല മക്കളെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവസ്ഥാനത്തിലേക്ക് ഒരു പടി കൂടെ അടുത്തു വരാത്തടത്തോളം കാലം നിങ്ങളുടെ നന്മയുടെ നന്മ അത് ലഭിക്കേണ്ടത് കാലതാമസം വന്നുകൊണ്ടേയിരിക്കും. വാഗ്ദത്തങ്ങൾ നിരവധി നിങ്ങളുടെ പേരില്ലേ? എന്താ ഈ വാഗ്ദത്തങ്ങൾ കാലതാമസം വരുന്നത്? അതിവേഗത്തിൽ കിട്ടാമെന്ന വാഗ്ദത്തങ്ങൾ, പക്ഷേ അതിന് കാലതാമസം വരുന്നതിന്റെ കാരണം എന്തോ? ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരു പടി നിങ്ങൾ അകന്നു മാറുന്നു. ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നിങ്ങൾക്ക് ആത്മീകമായി വളരുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ കാലതാമസം വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകല് ദൈവാത്മ പറയുക, ഒന്ന് മടങ്ങി വരിക എന്ന് ദൈവത്തോട് നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കുക. ഞാൻ പലപ്പോഴും മടങ്ങി കുറെ പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട്, മടങ്ങി വാ പാപത്തിന് എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾ എന്ത് പാപം ചെയ്ത്? ഞങ്ങൾ മോഷ്ടിക്കാൻ പോകുന്നില്ല, പിടിച്ചു പറിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ മറ്റാരുടെ ഒന്നും മോഷ്ടിക്കുന്നില്ല, ഞങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ട്. കാര്യം ഇന്ന് എന്റെ പ്രിയതകളെ, ഈ മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയമുണ്ടല്ലോ, നിങ്ങൾ മറ്റൊന്നും ചെയ്തു എന്നല്ല പറയുന്നത്. അതിനപ്പുറമായി ദൈവത്തിന് ഹൃദയം ഒരടി അകന്നു മാറിയിരിക്കുക എന്ന് വെച്ചാൽ ആ അപ്പനും മകനും തമ്മിലുള്ള ഒരു ആഴമേറിയ ബന്ധമില്ലേ? ആ ബന്ധത്തെ മാറിയിട്ട്
ആ മാറുന്ന ഒരു അനുഭവത്തിൽ നിൽക്കുക. അത് മാത്രമേ ഉള്ളൂ. ആമേൻ. മകനും അപ്പനും തമ്മിലുള്ള ഒരു ആഴമേറിയ ബന്ധമുണ്ട്. മകനെ മുറിവേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? അപ്പന്റെ മനസ്സ് നോവും. ആമേൻ. അപ്പൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മകന്റെ മനസ്സ് വേദനിക്കും. അതുപോലെ ആ ഒരു ബന്ധമില്ലേ, അതുപോലെ ഇന്ന് പകൽ അപ്പനും മകനും തമ്മിലുള്ള ഒരാഴമേറിയ ബന്ധത്തിലേക്ക് നമ്മൾ വരണോ? യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാണ്, സ്വർഗസ്ഥ എന്റെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്നൊക്കെ പറയുമ്പോ എന്റെ പിതാവ്, ആ പിതാവും മകനും തമ്മിലുള്ള, ദൈവവും പിതാവും തമ്മിലുള്ള, ആ യേശുക്രിസ്തുവും പിതാവും തമ്മിലുള്ള ആ ഒരു ആഴമേറിയ ബന്ധമില്ലേ, അതുപോലെ ഞാനും നമ്മുടെ പിതാവുമായി യേശുവുമായി ഒരു ആഴമേറിയ ബന്ധത്തിലേക്ക് ഇന്ന് പകൽ കടന്നു വരിക. അതാ മടങ്ങി വരിക. അതുകൊണ്ട് ഇന്ന് പകൽ ഒന്ന് നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് കൊടുക്കുക. ഈ ഉപവാസം 5ാമത്തെ ദിവസമല്ല, ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ഒന്ന് ഹൃദയത്തെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി ഉപവാസം തീരുന്നതിന് മുന്നേ, 21 ദിവസം ഉപവാസത്തിൽ തീരുന്നതിന് മുന്നേ ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ ദൈവം തരുവാനിടയായിത്തീരോ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവസ്ഥനിലേക്ക് മടങ്ങി വരുവാൻ നമ്മുടെ മനസ്സൊന്ന് കൊതിക്കട്ടെ. നോക്കി, മടങ്ങി വരാതെ ഇവർ മോവാബിലേക്ക് പോയി എന്ന് സംഭവിച്ച് അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അവളുടെ 2 ആൺമക്കൾ നഷ്ടപ്പെട്ടു. ഓരോ നഷ്ടങ്ങളുടെ ഘോഷയാത്രയായിരുന്നു അവളുടെ ജീവിതത്തിൽ. അതുപോലെ ഇന്ന് പകലും മടങ്ങി വരും എന്നൊക്കെ മനസ്സില്ലെങ്കിൽ ജീവിതത്തിൽ ഓരോ നഷ്ടങ്ങൾ, അപമാനങ്ങൾ, പരിഭവങ്ങൾ, പരാതികൾ നിരവധി ജീവിതത്തെ അനുഭവിക്കേണ്ടി വരും. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ദൈവത്തോട് കൂടെ നടക്കുമ്പോണ്ടല്ലോ ഇതെല്ലാം മാറാനിടയായി തീരോ. അപമാനിക്കപ്പെട്ട സാഹചര്യങ്ങളില്ലേ, നിന്ദിക്കപ്പെട്ട സാഹചര്യങ്ങളില്ലേ, അവിടെയെല്ലാം ദൈവം ആനന്ദ തൈലം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്ത് മറ്റുള്ളവരുടെ ശ്രേഷ്ഠന്മാരായി എന്റെ ദൈവം നമ്മെ നിർത്തുമെന്നേ. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ഓക്കെ, അപ്പോഴാണ് ഈ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ നവോമിക്ക് ഒരു കാര്യം മനസ്സിലായത്. അവളൊരു വാർത്ത കേൾക്കുന്നത് എന്താ? ഇസ്രയേലില് തന്റെ സ്വന്തം ദേശത്തെ ക്ഷാമം തീർന്നു, അവിടെ അഭിവൃദ്ധി വെളിപ്പെട്ടു തുടങ്ങി. കാരണം എന്താ? ആ ജനം ദൈവസ്ഥാനത്തിൽ ഇരുന്ന് നിലവിളിച്ച് കരഞ്ഞ് അനുദപിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ദൈവം ആ ദേശത്തെ ക്ഷാമത്തെ അങ്ങ് മാറ്റി. അവർ അനുദപിച്ചപ്പോൾ, അവർ ഉപവസിച്ചപ്പോൾ ആ ക്ഷാമം മാറി അവർക്ക് അനുഗ്രഹമായി തീർന്നു. അതിന് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ ക്ഷാമങ്ങൾ മാറേണ്ടതിന്, നിരാശകളും പ്രതിസന്ധികൾ മാറേണ്ടതിന് മറ്റൊരു വഴിക്കും പോകേണ്ടെന്ന് നിങ്ങൾ എവിടെയും ഓടിപ്പോകണ്ട. അവന്റെ പുത്രനാകുന്ന യേശു കർത്താവിന്റെ പാദപീഠത്തിൽ വന്നിരുന്നു കൊണ്ട് എന്റെ അപ്പാ എന്ന് വിളിക്കുക മാത്രം ചെയ്യുക. ഉറപ്പായി ക്ഷാമത്തെ മാറ്റുവാൻ എന്റെ ദൈവം ഇറങ്ങി വരും. അപ്പൊ ആ ദേശത്തെ ക്ഷാമം എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ നവോമിക്ക് അപ്പോഴാ സുബോധം വന്ന്. അതുവരെ സുബോധമില്ലാതെ നഷ്ടങ്ങൾ ഓരോന്ന് വരുമ്പോഴും ഇങ്ങനെ ഓടുക. പക്ഷേ അപ്പോഴാണ് അവൾ എന്ത് സംഭവിച്ചത്? അവൾ ആ നാടിനെ കുറിച്ച് ഓർത്ത്, എന്റെ ദേശത്തെ ക്ഷാമം മാറി, അവർ സമൃദ്ധിയിലേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ധൂർത്തപുത്രന്റെ ചരിത്രം അറിയത്തില്ലേ? അപ്പന്റെ വീട്ടിൽ നിന്ന് എല്ലാം വാങ്ങിയിട്ട് ദൂരദേശത്തേക്ക് പോയ മകനാ. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ട് പാപത്തിന്റെ ചെളിക്കുഴിയിൽ വീണ് ദൈവമായുള്ള അപ്പനുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ട് കിടന്നപ്പോഴാ അവൻ അപ്പന്റെ വീടിനെ കുറിച്ച് ഓർത്തത്. എന്താ? അപ്പന്റെ വീട്ടിൽ എത്രയോ സമൃദ്ധി. എന്താ ഓർക്കാനുള്ള കാരണം? അവൻ അപ്പനെ വിട്ടോടിയത് കൊണ്ടല്ലേ? അപ്പനുമായുള്ള ബന്ധത്തെ മുറിച്ച് അവന്റെ ഇഷ്ടത്തിന് ഓടിയത് കൊണ്ടല്ലേ അവന്റെ ജീവിതത്തിൽ നിരവധി കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം വന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവர்களே, നമുക്ക് അപ്പനോട് കൂടെ ഇരിക്കുന്ന ആ ജീവിതമുണ്ടല്ലോ, അത് ഏറ്റവും ആനന്ദം നിറഞ്ഞ ജീവിതമാ. നമുക്ക് ആരോട് പരിഭവം വേണ്ട, നമുക്ക് പരാതി വേണ്ടത്. എല്ലാവരും സ്നേഹിക്കുക, എല്ലാവരെയും കരുതുക. ഇന്ന് പകൽ ദേഷ്യം ഹൃദയത്തിന്റെ അകത്ത് വെച്ചുകൊണ്ട് നടക്കുന്നെങ്കിൽ ഉറപ്പായും ദൈവത്തിന്റെ പ്രസാദം ലഭിക്കില്ല. പ്രിയപ്പെട്ടവர்களே, ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ആരോടെങ്കിലും ഒരു വിദ്വേഷം ഉണ്ടെങ്കിൽ, പലപ്പോഴും മനുഷ്യനാ വിദ്വേഷം വരും, ദേഷ്യം വരാറുണ്ട്. നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ കൂട്ടുവിശ്വാസികളോടും സ്നേഹിതന്മാരോടൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. ശരിയാ, അത് മനുഷ്യനാണ്, നമ്മൾ സ്വാഭാവികം. പക്ഷേ ദേഷ്യമല്ല, അതിനപ്പുറമായി പകയകത്ത് പലപ്പോഴും സൂക്ഷിക്കുന്ന ചിലരില്ലേ? പലപ്പോഴും ആ ദേഷ്യം വന്നിട്ട് അത് ചിലപ്പോ ദേഷ്യം വന്ന് പറഞ്ഞു തീരും. പക്ഷേ പലരും എങ്ങനെയാണെന്ന് അറിയുമോ? ഈ പകയകത്ത് സൂക്ഷിക്കുക. ഈ ദേഷ്യം അകത്ത് വന്ന് അത് പകയായി ഹൃദയത്തിന്റെ അകത്തിങ്ങനെ വിങ്ങിയിരിക്കുന്ന ചില അനുഭവങ്ങൾ ഇന്ന് പകലില്ല. പ്രിയ സ്നേഹിത, ഇന്ന് പകൽ ആ പകയെ നിന്റെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് നീ എടുത്ത് കളയുവാൻ നിനക്ക് മനസ്സുണ്ടോ? നാളത്തെ പ്രഭാതത്തിൽ ഒരു ദൈവിക സന്തോഷം ഇതുവരെ നിനക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയാത്ത ഒരു ആത്മീക സന്തോഷം എന്റെ ദൈവം പകരാൻ പോകുകയാ.
വിട്ടുകളയണം. പക്ഷെ വിടാതെ നമ്മുടെ അകത്ത് നമ്മളിങ്ങനെ പകയും വിരോധവും ഇങ്ങനെ വചനം പറയുക, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് വെച്ചാൽ അകത്ത് പാപം പെരുകി, അകത്ത് പലപ്പോഴും ലോകത്തിന്റെ പല ചിന്തകളോ പലപ്പോഴും ദേഷ്യവും വിദ്വേഷവും ഒക്കെ അകത്ത് പെരുകി പലപ്പോഴും അത് പാപമായി പരിണമിക്കുകയാ. അതുകൊണ്ട് ഇന്ന് പകൽ ചിലതിനൊക്കെ എടുത്ത് കള. അകത്ത് ഇതൊക്കെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവപ്രസാദം ലഭിക്കുകയില്ല. നമ്മുടെ ജീവിതം വെറും വേസ്റ്റായി മാറുകയാ. അതിനപ്പുറം എന്റെ പ്രിയ സഹോദരൻ, ഒന്നുമില്ലെങ്കിലും സന്തോഷകരമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ ഒന്ന് മനസ്സ് പ്രാർത്ഥന, കർത്താവേ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലോ, എല്ലാ കൺവെൻഷനും നമ്മൾ നമ്മുടെ പ്രിയ സഹോദരങ്ങളോട് എത്രയോ മിണ്ടാതെ ഇന്നും ഹൃദയത്തിൽ ദേഷ്യവും പകയും വെച്ച് നടക്കുന്ന അനുഭവങ്ങളില്ലേ? നമ്മൾ എന്ത് നേടി പ്രിയ സ്നേഹിതരെ? അങ്ങനെ നടക്കുന്നത് കൊണ്ട് എന്താ നമുക്ക് നേടിയേ? നമ്മുടെ സ്വസ്ഥത പോവുകയല്ലേ? നമ്മുടെ സമാധാനം പോയില്ലേ? നമ്മുടെ സന്തോഷം പോയില്ലേ? ആ ആത്മബന്ധം നഷ്ടപ്പെട്ടില്ലേ? അതിനപ്പുറം ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടില്ലേ? എന്തിന് ജീവിക്കുന്നു? ഇന്ന് പകൽ ചിലർ എടുത്ത് കള. ഈ ഉപവാസ പ്രാർത്ഥന ഒരു അനുഗ്രഹത്തിന് ദൂത് പറഞ്ഞ് നിങ്ങൾ സുഖിപ്പിക്കുകയല്ല, അതിനപ്പുറം അനുദപിച്ച് മടങ്ങി വരിക. ചിലരെ എടുത്ത് കളയുക. ഒന്ന് മനസ്സ് ഫ്രീ ആയി മാറട്ടെ. ഇന്ന് പകൽ ജീവിതത്തിൽ ഫ്രീ ആയി മാറട്ടെ. യേശു പറഞ്ഞു, നിങ്ങൾ മടങ്ങി ശിശുക്കളെ പോലെയാകും. എത്ര സന്തോഷം നിറഞ്ഞ അനുഭവമാണെന്നറിയാമോ? ഞാൻ എന്റെ പൈതനെ ചിലപ്പോ ഒക്കെ അടിക്കും, നല്ല അടിയൊക്കെ കൊടുക്കും. ചിലപ്പോ ഈ അടി കൊടുത്താലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോ അവരോടി എന്റെ അടുത്ത് വരുന്നൊരു വരവുണ്ട്. ഒരു നിരാശയില്ല, അടിച്ചതുപോലെ അവർ ഓർക്കുന്നില്ല. എത്ര സന്തോഷമാണെന്നറിയുമോ അമ്മേ? അപ്പൊ നമ്മൾ എത്ര ആഴമായിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്ന അറിയോ? ഭയങ്കര സ്നേഹമായിരിക്കും. ഇതുപോലെ പ്രിയമക്കളെ, നമ്മോട് ആരെങ്കിലും ഒക്കെ പകയോ വിദ്വേഷമോ ഒക്കെ അകത്തുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമുക്ക് അവരുടെ അടുക്ക ചെല്ലാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ മനസ്സിങ്ങനെ പിശാചിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. അവർ മിണ്ടരുത്, അവരുടെ അടുത്ത് പോകരുത്, അവരെന്ത് ചെയ്താലും അതിനെ കുറ്റം പറയുക, അത് എന്ത് ചെയ്താലും കുറ്റം പറയുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽ അതൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പ്രിയമക്കൾ, നമ്മുടെ മനസ്സ് വല്ലാതെ നിരാശയാ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അതിനെയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് നിങ്ങൾ മടങ്ങി ശിശുക്കളെ പോലെയാകുവീ. എന്താ കൊച്ചിന്റെ പ്രത്യേകത? അവന്റെ അകത്ത് അവൻ നിഷ്കളങ്കന. അവന്റെ അകത്ത് പാപം എന്തെന്ന് അറിയുന്നില്ല. അവന്റെ അകം നിഷ്കളങ്കമായ ഒരു അനുഭവമാ. ഇന്ന് പകൽ ആ ഒരു അനുഭവത്തിലേക്ക് വന്നാൽ എത്ര സന്തോഷമാണെന്നോ ജീവിതോ, എത്ര ആനന്ദമാണെന്നോ. നിങ്ങൾ എത്ര നാളും പകയും വിദ്വേഷം കൊണ്ടു നടന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നിരാശയല്ലേ, എപ്പോഴും ഒരു ഭാരമല്ലേ? ഇന്ന് പകൽ വിടേണ്ടതിന് വിട്, കളയേണ്ടതിന് വിട്ടുകള, കൊടഞ്ഞുകള. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ സന്തോഷം ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. വിട്ടുകള പ്രിയതകളെ, വിട്ടുകള. പലപ്പോഴും മനഃപൂർവ്വമായി ദൈവ സ്നേഹത്തിലൊന്ന് വിട്ടുകള. അങ്ങനെ വിട്ടാലുണ്ടല്ലോ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങനെ എങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഒന്ന് വിട്ടിട്ട് അവരുടെ അടുക്കൽ പോയി അവരൊന്ന് സംസാരിച്ചു നോക്കി, അവർ നമ്മെ ആഴമായിട്ട് ഇങ്ങോട്ട് സ്നേഹിക്കുമെന്നേ. നമ്മുടെ അത് പലപ്പോഴും നമുക്ക് അറിയാത്തത് കൊണ്ടാ ഇന്ന് പകൽ. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരട്ടെ. ഓക്കെ, നവോമിയുടെ കാര്യം നമുക്കറിയാമല്ലോ. അവൾ അപ്പോഴെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാ അവൾക്കൊരു കാര്യം മനസ്സിലായേ. അവളുടെ സ്വന്തം ദേശത്തെ ക്ഷാമം തീർന്ന അനുഗ്രഹമായി. അപ്പോ നവോമി ഒരു കാര്യം തീരുമാനിക്കുക, ഞാൻ എന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകുകയാ. എനിക്ക് ഇവിടെ പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ. എപ്പോഴാ? എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സുബോധം വന്ന്. ധൂർത്തപുത്രനെ പോലെ തന്നെയാണ്, എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സുബോധം വന്നു. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടല്ല കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരണ്ടേ. എല്ലാം പരാജയപ്പെട്ട് പൂർണ്ണമായി തകർന്ന് തരിപ്പണമായിട്ട് അല്ല നിങ്ങൾ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വരണ്ടേ. പരാജയപ്പെടുന്നതിന് മുന്നമേ, എല്ലാം നഷ്ടപ്പെടുന്നതിന് മുന്നമേ ഒന്ന് അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വാ. ഒന്ന് അപ്പന്റെ പാദപീഠത്തിലേക്ക് മടങ്ങി വാ. ഒന്ന് ചേർന്നിരിക്കാൻ മനസ്സ് വെക്കേ. അമേൻ. ഇതുവരെ നഷ്ടപ്പെട്ടത് പോട്ടെ, ഇതുവരെ പരാജയപ്പെട്ടത് പോട്ടെ, അത് നിങ്ങൾ വിട്ടുകള. എന്നാൽ ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ ഇനിയും നിങ്ങൾ പരാജയത്തിലേക്ക് വീണു പോകാതെ, ഇനി ശത്രു നിങ്ങളെ അപകരിക്കാതെ, നിങ്ങളുടെ നന്മയെ ചോർത്തിക്കളയാതെ ഒരു മടങ്ങി വരവിന്റെ ഒരു കൊയ്ത്തിന്റെ കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി തരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനേകം നാളുകളോ ചില നന്മകൾ അനേകം അധ്വാനിച്ചിട്ട് ചോർന്നൊലിക്കുന്ന ചില അനുഭവങ്ങൾ ഉടമന വൈഡമന ശബ്ദരാരഘടകസിയ പ്രാർത്ഥിച്ചപ്പോ പ്രിയ ജപ്തിയുടെ വക്കിലായിരിക്കുന്ന പ്രിയ സഹോദരനെ കുറിച്ച് പറഞ്ഞില്ലേ? എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് ആ പ്രിയപ്പെട്ട പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഒരു പടി കൂടെ നിന്റെ ഹൃദയത്തെ എന്റെ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ എന്റെ മനസ്സ് വെക്കുന്നെങ്കിൽ എന്റെ ദൈവം നമുക്ക് വേണ്ടി ചില വഴികളെ തുറക്കുവാൻ. നിന്റെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് തോന്നാത്ത അത്ഭുതത്തിന്റെ വഴികൾ എന്റെ ദൈവത്തിന് തുറക്കുവാൻ പദ്ധതിയുണ്ട്. ഇന്ന് പകൽ
ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ആമേൻ, ചിലരെ എഴുതി തള്ളുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. നമുക്കറിയാം, നമുക്ക് അവിടേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടുത്തെ കാര്യം നമുക്കറിയാം. രൂത്ത് നവോമിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി എന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകാം, അവിടെ ചെന്നില്ല, അത് മാത്രമേ സന്തോഷമെന്ന് തിരിച്ചറിഞ്ഞിട്ട് നവോമി ഒരു കാര്യം ചെയ്യുക, തന്റെ 2 പെൺമക്കളെയും തന്റെ 2 മരുമക്കളെയും വിളിക്കുക. അടുത്ത് വിളിച്ചിട്ട് പറയുക, മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ എന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി പോവുകയാ. ഞാൻ ഒരു ശപിക്കപ്പെട്ട സ്ത്രീയാ. എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, എന്റെ ആൺമക്കൾ നഷ്ടപ്പെട്ടു, എനിക്കൊരു കൊച്ചുപൈതലിനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല, എല്ലാം കൊണ്ടും പൂർണ്ണമായി പരാജയപ്പെട്ടവളാ ഞാൻ. അതുകൊണ്ട് ഞാൻ എന്റെ ദേശത്തേക്ക് മടങ്ങിപ്പോകുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോ, നിങ്ങളുടെ ദേവന്മാരെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോ എന്ന് പറഞ്ഞിട്ട് നവോമി അവരെ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാ. ആമേൻ. അപ്പൊ മൂത്തവൾ ഒന്നും പറഞ്ഞില്ല. അവള് സന്തോഷത്തോടെ, ഓർപ്പ എന്ത് ചെയ്ത്, ഓർപ്പ സന്തോഷത്തോടെ, ശരി, ഈ ശപിക്കപ്പെട്ട ഈ അമ്മായിമ്മയുടെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് എന്റെ സ്വന്തം വീടാ, അവിടെ പോയി ആ വിഗ്രഹത്തെ സേവിച്ച് വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഓർപ്പ അമ്മായിമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് ഓർപ്പ രക്ഷപ്പെട്ടു പോയി. അപ്പൊ രൂത്തിനെ അടുത്ത് വിളിച്ചു, നവോമി രൂത്തിനെ വിളിക്കുക, രൂത്തെ നീയും പോ എന്ന് പറഞ്ഞപ്പോ രൂത്ത് പറയുക, ഞാൻ പോകത്തില്ല. അതെന്താ, എന്തുകൊണ്ടാ രൂത്ത് പോകത്തില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു ചിന്തയാ. പലപ്പോഴും ഈ സഹോദരിമാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാ പലപ്പോഴും അനേക കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അവരുടെ എല്ലാ ചരിത്രങ്ങളും നാട്ടുകാരുടെയും, ഞങ്ങളുടെയൊക്കെ നാട്ടില് നമ്മുടെ ഈ തൊഴിലുറപ്പിന്റെ പരിപാടിയുണ്ട്, തൊഴിലുറപ്പ്. ഈ തൊഴിലുറപ്പിന്റെ സമയമാകുമ്പോഴാണ് ഈ സഹോദരിമാർ ഒരു 10ഉം 15ഉം 20ഉം പെണ്ണുങ്ങളൊക്കെ ഒന്നിച്ച് വന്ന് അവരിരുന്ന് വർത്താനം പറയുകയും അവരുടെ നാട്ടിലെ മുഴുവനും ചരിത്രം, അപ്പുറത്തെ വീട്ടിലെ കാര്യം, ഇപ്പുറത്തെ വീട്ടിലെ കാര്യം, അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, ഇതെല്ലാം ഒന്നിച്ചിരുന്ന് ഇവര് സംസാരിക്കുന്നത് ഭയങ്കര രസം. പണിയൊക്കെ വളരെ കുറച്ചേ വരുള്ളൂ, പക്ഷെ ഇവര് കൂടുമ്പോ ഇവര് ഒരു എന്റർടൈൻമെന്റ് പോലെ ഇവർ ഈ തൊഴിലുറപ്പിന് വരുന്നത്. അപ്പം ഇവർ സകല ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുപോലെ ഈ സഹോദരിമാർ, ഈ അമ്മായിമ്മയും ഓർപ്പയും രൂത്തും ഈ നവോമി എല്ലാം കൂടുമ്പോഴൊക്കെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഇവർ ഇസ്രയേലിൽ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ പറയാറുണ്ട്. അവരുടെ ദൈവത്തെ കുറിച്ച് പറയും. ഇപ്പൊ ഓർപ്പയും രൂത്തൊക്കെ അവരുടെ ദൈവങ്ങളെ കുറിച്ച് പറയും. ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവത്തെ കാണാൻ പറ്റുമോ? ഇല്ല. ഞങ്ങളുടെ ദൈവത്തെ എവിടെ നോക്കിയാലും അവിടെ വിഗ്രഹമുണ്ട്, അവിടെ അമ്പലങ്ങളും, ഇവിടെ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ബലികളും ബലിപീഠങ്ങളും ഇതെല്ലാം ഉണ്ട്. ഞങ്ങളുടെ ദൈവത്തെ കാണാൻ പറ്റും. നവോമിയോട് പറയും, നിങ്ങളുടെ ദൈവത്തെ കാണാൻ പറ്റും, നിങ്ങളുടെ ദൈവത്തെ ഞാൻ ഇതുവരെ കണ്ടില്ല എന്നൊക്കെ പറയും. ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ പലപ്പോഴും യാഗമർപ്പിക്കാറുണ്ട്, ബലിയർപ്പിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഈ നവോമി അല്ലെ രൂത്തും ഓർപ്പയൊക്കെ അവരവരുടെ ദൈവത്തെ ഇങ്ങനെ പുകഴ്ത്തും. അപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നവോമി ആണെങ്കിലും നവോമി തന്റെ ദൈവത്തെ പുകഴ്ത്തും. എന്താ, ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവത്തെ പോലെയല്ല. എന്താ, ഞങ്ങളുടെ ദൈവത്തെ കാണാൻ കഴിയത്തില്ല. നിങ്ങളുടെ ദൈവത്തെ പല അമ്പലങ്ങളും ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങളുടെ ദൈവങ്ങളുണ്ട്, ഞങ്ങൾക്ക് പല ദൈവങ്ങളുണ്ട്. പക്ഷേ നവോമി പറയൂ, എന്റെ ദൈവത്തെ നിങ്ങളുടെ ദൈവത്തെ പോലെ, എന്റെ ദൈവം അവിടെയോ ഇവിടെയോ ക്ഷേത്രങ്ങളുടെ ഇടയൊന്നും സ്ഥിതി ചെയ്യുമല്ല. എന്റെ ദൈവത്തെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ നവോമി പറയൂ, എനിക്കൊരു കാര്യം പറയാ, അവൻ എന്റെ ഛായയും സാദൃശ്യത്തിനുമാ എന്നെ അവൻ സൃഷ്ടിച്ചത്. ഈ നവോമി പറയൂ, എന്റെ സാദൃശ്യം, എന്റെ ഛായ ആരുടെയാ? എനിക്ക് എന്റെ പിതാവിന്റെ ഛായയുണ്ട്. അവൻ എന്നെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും എന്റെ ദൈവം ഞങ്ങളെ സൃഷ്ടിച്ചു. അടിമ വീടായ മിസ്രൈമിലായിരുന്നു. ആ മിസ്രൈമിലെ അടിമത്തിൽ നിന്ന് എന്റെ ദൈവം തന്റെ ജനത്തെ വിടുവിച്ചു, പാലം തേരുവിടുന്ന കനാലിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് തന്റെ ദൈവത്തെ പുകഴ്ത്തുകയാ. ചെങ്കടൽ വിഭാഗിച്ചു. ഇസ്രായേൽ ജനം ഒരു വശത്തെ മിസ്രൈം സൈന്യം ഒരു വശത്തെ ചെങ്കൽ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുമ്പോൾ എന്റെ ദൈവം ചെങ്കടലെ 2ആയി വിഭാഗിച്ച് ആ ഉണങ്ങിയ നിലത്തൂടെ എന്റെ ദൈവം ഞങ്ങളെ മറുകര കടത്തിയ ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. കലത്തിലെ മാവ് തീർന്നു പോകാതെ, എണ്ണ വറ്റിപ്പോകാതെ, ക്ഷാമകാലം മുഴുവനും തന്റെ ജനത്തെ പോറ്റിയ ഒരു ദൈവമുണ്ട്. മാറിയ മധുരമാക്കിയ ദൈവമുണ്ട്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ കണ്ട് അനുഭവിച്ച ഒരു ദൈവം ഞങ്ങൾക്കുണ്ടെന്നൊക്കെ ഇങ്ങനെ തന്റെ നവോമി തന്റെ ദൈവത്തെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ രൂത്ത് പറയുകയാ, ഓർപ്പ സ്ഥലം വിട്ടു. പക്ഷെ രൂത്ത് പറയുക,
ഞാൻ വിട്ടുപോകത്തില്ല. കാരണം നിന്റെ ദൈവത്തെ എനിക്ക് വേണോ. ഓ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നീ നിലവിളിക്കുമ്പോൾ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നിന്റെ ഭാരങ്ങളെ അകറ്റുന്ന മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി നിന്നോട് കൂടെ ഇരിക്കുന്ന നിന്നോട് സംസാരിക്കുന്ന ഈ ദൈവത്തെ എനിക്ക് വേണമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് രൂത്ത് പറയുക, ഇനി നോക്കിയേ അമ്മാമ്മയോട് പറയുക, നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ആ ദൈവത്തെ എനിക്ക് വേണോ. ഞാൻ നിലവിളിച്ചു കഴിഞ്ഞാൽ കൂരിന്റെ താഴെ ഇരുന്നുകൊണ്ട് അപ്പാ നിലവിളിക്കുമ്പോ എന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് എന്നെ ധൈര്യപ്പെടുത്തുന്ന, എന്നെ ശാക്തീകരിക്കുന്ന ആ ദൈവത്തെ എനിക്ക് വേണമെന്ന് ആ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ ശപിക്കപ്പെട്ട അമ്മായിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ രൂത്ത് തയ്യാറാകുക. ഒരു മടിയില്ല. അമ്മായിമ്മ ശപിക്കപ്പെട്ടവിട എന്തൊക്കെയാണെങ്കിലോ അതൊന്നും രൂത്തിന് വിഷയമുള്ള കാര്യമല്ല. ഇനി കഷ്ടതയാണെങ്കിൽ രൂത്ത് അമ്മായി പറയുന്നുണ്ട്, അവിടെ കഷ്ടതയാ, അവിടെ മറ്റൊന്നുമില്ല, നമ്മൾക്കൊന്നുമില്ല, ആദ്യം മുതലേ തുടങ്ങേണ്ടി വരും. രൂത്ത് പറയുക, എന്നാലും സാരമില്ല. ആ ദേശത്തെ കഷ്ടമാണെങ്കിലോ ആ ദേശത്തെ നഷ്ടമാണെങ്കിലോ ഇനി ജീവൻ പോകേണ്ടി വന്നാലോ എനിക്ക് ആ ദൈവത്തെ മതി എന്നൊരു തീരുമാനം എടുക്കുക. എന്നാൽ ഇന്ന് പകരം എത്ര പേരെ തീരുമാനമെടുക്കുന്നു? എത്ര കഷ്ടമാണെങ്കിലോ എത്ര നഷ്ടമാണെങ്കിലോ സ്നേഹിത, ഏത് വേദനയാണെങ്കിലോ എത്ര പ്രതികൂലമാണെങ്കിലോ അതിന്റെ നടുവിലും മണ്ണിന് വേണ്ടി മാണിക്യമാകുന്ന ക്രിസ്തുവിനെ ഞാൻ വെടിയുകയില്ല. എനിക്ക് ആ ദൈവത്തെ വേണമെന്ന് ഇന്ന് പകൽ നീ തീരുമാനമെടുക്കുന്നെങ്കിൽ അടുത്ത പ്രഭാതം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും. ഇത് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഓക്കെ, ഒരു ലക്ഷ്യമില്ലാതെ എന്ത് സംഭവിക്കും, എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നൊന്നും നോക്കാതെ അമ്മായിമ്മയുടെ കൂടെ ഈ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് ഈ രൂത്ത് ഇറങ്ങി തിരിച്ച ഈ രൂത്ത് എവിടെയെന്ന് ചെന്നെത്തി അറിയുമോ? ബോവസിന്റെ കൊട്ടാരത്തിൽ, ബോവസിന്റെ വയലിൽ അവൾ എത്തിപ്പെട്ടു. ദൈവം എന്ത് ചെയ്ത്? അവളുടെ റൂട്ട് തിരിച്ച് അവളെ എത്തിക്കേണ്ടിടത്ത് അവളെ എത്തിച്ചു. വിശ്വസതയോടെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആ രൂത്തിനെ ദൈവം എത്തിക്കേണ്ടിടത്ത് അവിടെ എത്തിച്ചെങ്കിൽ ഇന്ന് പകലും പറയാ, നീ വിശ്വസതയോടെ എന്റെ ദൈവത്തിന് വേണ്ടി നിന്റെ കാര്യങ്ങൾ വെക്കുന്നെങ്കിൽ, ലജ്ജ കൂടാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നീ മനസ്സ് വെക്കുന്നെങ്കിൽ നീ ലജ്ജിച്ചു പോകത്തില്ലെന്നേ, നീ പരാജയപ്പെടത്തില്ല. നിന്നെ എത്തിക്കേണ്ട എടുത്ത് ബോവസിന്റെ കൊട്ടാരത്തിൽ അവരെ പത്നിയായി നിന്നെ ഇരുത്തുവാൻ എന്റെ ദൈവശക്തന് ഒരു തീരുമാനം മതി. എന്തൊക്കെ വന്നാലും ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. അതുകൊണ്ട് ഇന്ന് പകൽ എന്റെ സമയോടെ തീർന്നിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ അവൾ നോക്കിയേ, ഇറങ്ങിത്തിരിച്ചു. ഈ അമ്മായിമ്മയുടെ കൂടെ അവളെ ഇറങ്ങിത്തിരിച്ചു. ദൈവം അവളുടെ റൂട്ട് തിരിച്ച് അവളെ എത്തിക്കേണ്ടതെത്തി. ഇന്ന് പകൽ നിങ്ങൾ ദൈവസ്ഥലേക്ക് വരുവാൻ ഒന്ന് മനസ്സ് വെക്കുന്നെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യം ദൈവത്തിന് വിഷയമല്ല, നിങ്ങളുടെ അവസ്ഥകൾ ദൈവത്തിന് വിഷയമല്ല. നിന്റെ റൂട്ടിനെ തിരിച്ചുകൊണ്ട് നീ ആയിരിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും നിന്റെ റൂട്ട് തിരിച്ച് നിന്നെ എത്തിക്കേണ്ട വഴിക്ക് അവൻ എത്തിക്കും. അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനാകുക. നിന്റെ സകല ചിന്താകുലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുക. ഇന്ന് പകൽ ഇട്ടാൻ മാത്രം മതി. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന നമ്മുടെ കണ്ണുകൾ ദൈവസ്ഥലേക്ക് അടയാം. ഇന്ന് പകൽ ഇന്ന് വലിയ അനുഗ്രഹത്തിന് തോന്നുന്നു അല്ല പ്രിയ നമുക്ക്. എന്നാൽ ഇന്ന് പകൽ വചനത്തിലൂടെ ദൈവങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട് ദൈവം നിങ്ങളോട് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഓരോ ദൈവമക്കളോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലേക്ക് പകരാം. നമുക്കറിയാം ക്ഷാമത്തിന് രണ്ട് കാരണങ്ങളാ. ഒന്ന്, നീ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ, പാപത്തെ വിട്ട് ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞു വരേണ്ടതിന് ദൈവം ചില ക്ഷാമങ്ങൾ ജീവിതത്തിൽ തരും. രണ്ട്, ഒരു പടി കൂടെ നീ പൊന്നായി പുറത്ത് വരേണ്ടതിന് ചില ശോധനകൾ ദൈവം തരും. ഇന്ന് പകൽ തിരിച്ചറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ശോധന എന്തിനു വേണ്ടിയാ? എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾക്കറിയോ? ഇതിലിരിക്കുന്ന ഈ 58 പേർക്കും അറിയാം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ശോധന എന്തിനു വേണ്ടിയാ? മടങ്ങി വരേണ്ടതിനാണോ
അതോ നീ പൊന്നായി ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ജ്വലിക്കുന്ന ഒരു അഗ്നിയായി നീ മാറേണ്ടതിനാണോ ഇന്ന് നീ അനുഭവിക്കുന്ന ശോധന? എന്താണെങ്കിലും ഒന്ന് ഞാൻ പറയാ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നീ ശോഭിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഉറപ്പായും ഈ ശോധനയുടെ നടുവിൽ നിന്റെ അകത്തൊരാളി കത്തുന്ന ഒരു അനുഭവമുണ്ട്. എന്റെ പൗലോസ് പറയുന്നതുപോലെ എന്റെ പുറമെയുള്ളവർ ക്ഷയിച്ചാലും സാരമില്ല, എന്റെ അകത്തുള്ളവർ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുക. അവന് ക്ഷീണമില്ല. എന്റെ ശരീരത്തിന് വാർദ്ധക്യമുണ്ട്, ക്ലേശമുണ്ട്, ഉപദ്രവത്തിന്റെയും പ്രയാസങ്ങളുടെയും പട്ടിണിയുടെയും പരിവർത്തനത്തിന്റെയും എല്ലാം എന്റെ ശരീരത്തിന്റെ ഉണ്ട്. പക്ഷേ ഇതുണ്ടെങ്കിലും എന്റെ അകത്ത് കത്തുന്ന ഒരു അനുഭവമുണ്ട്. ഇന്ന് പകൽ അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ പറയാ, നാളെ നിങ്ങൾ മൂർച്ചയുള്ള ഒരായുധമായി ദൈവ രാജ്യത്തിന് വേണ്ടി ജ്വലിക്കുന്ന ഒരു തീയാക്കി എന്റെ ദൈവം നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. അതുപോലെ കർത്താവിലേക്ക് മടങ്ങി വരാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്ര ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും, ഈ ക്ഷാമത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചാൽ രക്ഷപ്പെടത്തില്ല. ഒരൊറ്റ മാർഗമേ ഉള്ളൂ, മുഴങ്കാലും മടക്കുക. വേറൊരു വഴിക്ക് നിങ്ങൾ ഓടേണ്ട, മുഴങ്കാലും മടക്കിയാൽ മാത്രം മതി. ദൈവം നിങ്ങളുടെ ക്ഷാമത്തെ മാറ്റി ഒരു അനുഗ്രഹത്തെ ദൈവം തരും. അതുകൊണ്ട് പകൽ ആ രൂത്ത് നോക്കി ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ സകലതും വിട്ട്, എന്താണെന്ന് അബ്രഹാം ഇറങ്ങി തിരിച്ചതുപോലെ പിതൃഭവനം വിട്ട്, സ്വന്തം ദേശം വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, കാണിപ്പാനിക്ക് ദേശത്തേക്ക് ആ ദൈവ ശബ്ദം കേട്ട ശബ്ദത്തിന്റെ പുറകെ അവൻ ഇറങ്ങി തിരിച്ചേ. അത് മാത്രമേ കേട്ടുകൊണ്ട് അവൻ ഇറങ്ങി തിരിച്ചത്. എന്നാൽ ആ അവരെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ, ഇന്നും അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനെ ദൈവം നമ്മൾ ഉയർത്തുന്നുവെങ്കിൽ, രൂത്ത് ഇറങ്ങി തിരിച്ച് ഇന്നും നമ്മൾ രൂത്തിനെ പ്രസംഗിക്കുന്നതിന്റെ കാരണം അതാ. നമ്മൾ ഓർപ്പയെ കുറിച്ച് വലിയ പ്രസംഗമൊന്നുമില്ല. രൂത്തിനെ നമ്മൾ ഇന്നും ഉയർത്തുന്നതിന്റെ കാരണം എന്താ? അവൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. സകലവും വിട്ട് കർത്താവിനോട് ഇറങ്ങി തിരിച്ചുകൊണ്ട് അവളെ ഉയർത്തിയ ദൈവത്തെ എങ്ങനെ നമുക്ക് ഉയർത്താതിരിക്കാൻ കഴിയോ? അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഇറങ്ങി തിരിക്കുക കർത്താവിന് വേണ്ടി. ദൈവം നിങ്ങളെ ഉയർത്തു. ഇന്ന് കാരണം ശോധന കണ്ട് നിരാശപ്പെടല്ലേ. ഒരു നാളത്തെ പ്രഭാതമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന പ്രഭാതം. അത് കാണത്തക്ക വിധത്തിൽ കണ്ണുകൾ തുറക്കുവാനൊക്കെ വേണോ? ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്ക് അവസരം ഒരുക്കിയ റോയ് പാസ്റ്റർക്കും